ഇതിപ്പോ എന്തോ കഷ്ടമാന്ന് പറ. നാടൻ കോഴി കിട്ടിയതില്ല. അവക്കിപ്പോ നാടൻ കോഴി വേണമെന്ന് പറയുന്നത് ഞാൻ ഇത് എങ്ങനെ എടുത്ത് കൊടുക്കും? പേരറിയാത്ത ചേട്ടാ, നാടൻ കോഴി വല്ലതും ഉണ്ടെങ്കിൽ തരണേ, അത്യാവശ്യമാ എനിക്ക്. ഓ, ഇപ്പൊ ഞാൻ അവളെ എങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിക്കും? എന്റെ കുറ്റം തന്നെ. ഞാൻ അവന്മാരെ കണ്ടപ്പോ അവളെ സംസാരിച്ചു നിന്ന്. അതെങ്ങനാ സംസാരിക്കാൻ വേണ്ടി കുറെ ജംഗ്ഷന്റെ വളവിന് കാണുമല്ലോ. ഇപ്പൊ ഞാൻ എന്തോ ചെയ്യും? കടയിൽ അടച്ചു പോയി. എന്തായാലും അവളോട് പറയാം. എടീ സുഷമ്മേ, ഇപ്പൊ എന്റെ നെഞ്ചത്തൂടെ വന്നേ മരുന്ന് പോയേനെ. ഈ എടി, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ ചെന്നപ്പോഴത്തേക്ക് കട അങ്ങ് അടച്ചു പോയി. അതുകൊണ്ട് ചിക്കൻ കിട്ടിയില്ല. എനിക്ക് അപ്പോഴേ അറിയായിരുന്നു നിങ്ങളെ ഇതുവരെ എന്തെങ്കിലും കാര്യം ഏൽപ്പിച്ചാ നിങ്ങളത് ഭംഗിയോടെ ചെയ്തിട്ടുണ്ടോ മനുഷ്യ. ഞാൻ നിങ്ങളെ കോഴി വാങ്ങിക്കാൻ പറഞ്ഞു വിട്ടപ്പം നിങ്ങൾ കൂട്ടുകാരന്മാരോട് അവിടെ സംസാരിച്ചോണ്ട് നിന്ന്. അപ്പൊ കരയടിച്ച അതല്ലേ? ഞാൻ ആരോട് സംസാരിച്ചൊന്നും നിന്നില്ല. പോടുന്നു. സത്യം സത്യം ഞാൻ സംസാരിച്ച് ഞാൻ രാജനെ കണ്ടപ്പോ ഞാനും അവനുമായിട്ടാണ് സംസാരിച്ച് നിന്ന്. അപ്പത്തേക്കും കട അങ്ങ് അടച്ചു. നിങ്ങൾക്ക് കോഴി വാങ്ങിച്ചിട്ട് സംസാരിച്ചാ പോരായിരുന്നു. അതെ, സാറിന് ഒരുപാട് തിരക്കുള്ളതാണ്. എന്റെ സാറ് നിങ്ങോട്ട് വരൂലേ? സാർ അപ്പോഴേ പറഞ്ഞതാ ഞാൻ പൊക്കോളാം, കേറുന്നില്ല എന്ന്. അപ്പൊ ഞാനാ പറഞ്ഞ വല്യ പിടിച്ച് എന്റെ പ്രൊമോഷന് വേണ്ടി സാറ് നല്ല നാടൻ കോഴിയും ചോറും കൂട്ടിത്തരാന്ന്. അങ്ങനെയാണ് സാറ് സമ്മതിച്ച്. ഇനിയിപ്പൊ സാറ് വരുമ്പോ നമ്മൾ എന്തോ ചെയ്യും മനുഷ്യ? നിന്റെ സാറ് കരിമീൻ കഴിക്കൂ? പുള്ളിക്ക് കരിമീനൊന്നും ഇഷ്ടമല്ലെന്ന്. പുള്ളിക്ക് നാടൻ കോഴിയാണ് ഇഷ്ടം. ദേ, നാടൻ കോഴിക്കറി വെച്ചു കൊടുത്തോണ്ടല്ലേ വേണമെങ്കിൽ ആ കമ്പനി വരെ എനിക്ക് എഴുതി തരും. അത്രയ്ക്ക് കൊതിയനാണ് അത്. ഇപ്പൊ നമ്മൾ എന്താ ചെയ്യും? എനിക്ക് ഒന്നും കേൾക്കണ്ട, ഒന്നും അറിയണ്ട. ഇപ്പൊ ഈ നിമിഷം നിങ്ങൾ എവിടെന്നെങ്കിലും ഒരു നാടൻ കോഴി സംഘടിപ്പിച്ചിട്ട് വീട്ടിൽ കയറിയാത്, കേട്ടല്ലേ? ഞാൻ ഈ നാടൻ കോഴി കിട്ടത്തില്ല. എന്നാ ഒരു കാര്യം ചെയ്യ്, നീ എന്നെ വെട്ടി കറി വെച്ച് കൊടുക്കടി. എനിക്ക് കിഴങ്ങേറിയല്ല വേണ്ടത്, കേട്ടല്ലേ? അതുകൊണ്ടേ നിങ്ങളെ വെട്ടി കറി വെച്ച് കൊടുക്കാൻ എനിക്ക് സൗകര്യമില്ല. പെട്ടെന്ന് ഒരു കോഴി വാങ്ങി. ഞാനിപ്പോ എന്തോ ചെയ്യും? ഞാൻ ആ രാജേഷിനെ വിളിക്കട്ടെ, അവനോട് ചോദിക്കാം. ഹലോ രാജേഷേ, എടാ ഒരു കോഴിയെ കിട്ടാൻ വല്ല വഴിയുണ്ടോ? നാടൻ കോഴി വല്ലോ? ഇല്ലയോ? ആണോ? അപ്പൊ എവിടുന്ന് മേടിക്കും? ഏത് കടയിൽ നിന്ന് മേടിക്കും ഞാൻ? നിങ്ങൾക്ക് എന്താ മനുഷ്യ വേണ്ടേ? അകത്ത് കോഴിയെ കൊല്ലുന്ന സൗണ്ട്. നിങ്ങൾക്കല്ലേ ഒരു കോഴിയെ സംഘടിപ്പിക്കാൻ പാടുള്ളൂ. ഞാനങ്ങ് സംഘടിപ്പിച്ച്. നമ്മളെ വീട്ടിന്റെ ബാക്കിൽ സ്ഥിരമായിട്ട് കൊത്തിപ്പറക്കി തിന്നാൻ വേണ്ടി മാത്രം വരുന്ന ഒരു കറുകറന്നിരിക്കുന്ന തടിച്ചിട്ടുള്ള ഒരു കോഴിയില്ലേ, അതിന് ഞാനങ്ങ് തട്ടി. അമേരിക്കക്കാരൻ ജോസിന്റെ കോഴിയാ. എടി, അത് സാധാ കോഴിയൊന്നും അല്ല. നിനക്ക് അറിയാത്തോണ്ടാ. അങ്ങ് ഇന്തോനേഷ്യന്ന് കൊണ്ടുവന്ന കറുത്ത മുട്ടയിടുന്ന കോഴി അറിയാമല്ലോ. എന്തായാലും അവ അറിയാൻ പോണില്ല നമ്മളാണ് കോഴിയെ വെട്ടിയെന്ന്. പിന്നെ എന്താണ് പ്രശ്നം? എടി, അഥവാ അവൻ കണ്ടുപിടിച്ചാലോ? പിന്നെ ദൃശ്യ സിനിമയിൽ ഒരു ചെറുക്കനെ തലക്കടിച്ച് കൊന്നിട്ട് പോലും ആരും കണ്ടു. ഞാനൊരു കോഴി. ഇപ്പൊ എന്തോ ചെയ്യും നമ്മള്? നിങ്ങളൊന്നും അടങ്ങ് മനുഷ്യ, ഒന്നും സംഭവിക്കത്തില്ലെന്ന്. ഈ മനുഷ്യനത് എന്ത് ചെയ്യാനെന്ന് എനിക്ക് പേടിയാവുന്ന ആ ജോസങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ. സാറ് നല്ല നാടൻ കോഴിയുടെ മണം മറഞ്ഞില്ലേ നിങ്ങളടുത്ത്? പുള്ളിക്ക് അത്രയ്ക്ക് കൊതിയാണ്. നമസ്കാരം സാറേ. ഏതടി ചുണ്ടരി? ഇതാണ് നിന്റെ സാറ്? നിന്റെ സാറിന് പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഇല്ല നോക്കാൻ വിചാരിക്കുന്നു. മണം പിടിക്കുന്ന പൊട്ടിക്ക് വരും. നിങ്ങളൊന്നും മിണ്ടായിരിക്കും മനുഷ്യ. ഇരിക്കും സാറേ, ഇരിക്കും. പേര്? എന്റെ പേര് ഓമനക്കുട്ടൻ. ഓ, മെനക്കുട്ടൻ. മെനക്കുട്ടനല്ല, ഓമനക്കുട്ടൻ. നിങ്ങൾ രണ്ടുപേരും ഇവിടെ സംസാരിച്ചിരിക്കും. ആ സമയം കൊണ്ടേ ഞാൻ അടുക്കളയിൽ പോയി കോഴിക്കറി പ്രിപ്പയർ ചെയ്യാം. കൊറേ നേരം അടുപ്പത്ത് വെക്കണ്ട, പെട്ടെന്ന് പോയി റെഡിയാക്കും. മനുഷ്യ, പെട്ടെന്ന് സാറ് വെച്ച് കമ്പനി ആയിക്കോണം, കേട്ടല്ലേ? സാറിനെ സമീപിച്ചോ, പ്രശ്നമൊന്നുമില്ല. മണ്ടത്തരൊന്നും വിളിച്ച് പറയില്ല, കേട്ടല്ലേ? ഞാൻ പോണ്. തട്ടി ചട്ടവും കൂടെ കൊണ്ടുപോകൂ. സാറേ, സാറിന്റെ വീട് ഇവിടെ ആലുവയിലാണ്. ആലുവയിലല്ലേ? അതെ അതെ. അപ്പൊ ഫാമിലി? ഒരു ഭാര്യയും 2 മക്കളും. സാറിന് നാടൻ കോഴിയോട് ഭയങ്കര താല്പര്യമാണല്ലേ? അതെ അതെ. എനിക്ക് ഈ കരിമീനോട് താല്പര്യം. അല്ലെ, കരിമീനും കാട്ടി കുറച്ചും കൂടി ടേസ്റ്റ് നാടൻ കോഴിക്കല്ലേടോ? സാറിന് നാടൻ കോഴിയോടുള്ള ഇത്ര താല്പര്യം എന്താണ് സാറേ? എടോ, ഈ നാടൻ കോഴി മരിച്ചു കഴിഞ്ഞാലേ അതിന് എത്ര പേരുകൾ ഉണ്ടെന്ന് തനിക്കറിയാമോ? ചിക്കൻ 65, ചിക്കൻ പൊള്ളിച്ചത്, ചിക്കൻ പെരി പെരി, അൽഫാം, ചില്ലി ചിക്കൻ. ഈ കരിമീൻ മരിച്ചു കഴിഞ്ഞാല് ഈ കരിമീൻ എല്ലായിടത്തും ഈ കരിമീൻ തന്നെയല്ലേ പേരുള്ളൂ? അല്ല സാറേ, നാടൻ കോഴിക്കകത്ത് എന്തുണ്ട്? നാടൻ കോഴിക്കകത്ത് വിറ്റാമിൻ ഉണ്ട്. പക്ഷെ ഈ കരിമീനകത്ത് എന്തുണ്ട്? കരിമീൻ്റെ അകത്ത് എന്തുണ്ടെന്ന് എനിക്കറിയത്തില്ല, നല്ല മുന്നുണ്ടെന്ന് അറിയാം. ഓ, അങ്ങനെയാണല്ലേ. അല്ലടോ, ഈ കരിമീൻ എന്ന് പറയുന്ന ഒരു ഫിഷേ ഈ വേസ്റ്റ് തിന്നുന്നൊരു ഫിഷ്. അതെ, അങ്ങനെയാണ് സാറേ. അപ്പൊ അതിനെക്കാട്ടി ടേസ്റ്റ് ഇതിനല്ലേടോ? ഓ, സാറേ എന്റെ അടിക്കല്ലേ?
അല്ല സാറിന് ഈ നാടൻ കോഴിയോട് ഭയങ്കര താല്പര്യം ഉണ്ടല്ലേ? അതെ 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 അതെ. സുഷമ്മേ, എടി സുഷമ്മ, നിന്നെ വിളിക്കുന്നത് ഈ നാടൻ പോത്ത് വല്ലതും വേണമെന്ന് പറയാനാണോ? ആർക്കറിയാം. എന്താ സാറേ ഉലുവ കൂടിയെന്ന് തോന്നുന്നു. അയ്യോ സാറേ, ഞാൻ ഇപ്പൊ എന്തോ ചെയ്യും? കുറച്ച് ജീരകം എടുത്ത് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ജീരകം ഇട്ടാ മതിയല്ലേ? പിന്നെ 10 മിനിറ്റിനകം വെക്കരുതേ, അല്ലെങ്കിൽ വെന്ത് കറക്റ്റ് ആവത്തില്ല. വേവേ കണ്ടാ മനുഷ്യ, വേവ് പോലും കറക്റ്റ് ആയിട്ട് അറിയാം. എനിക്കിവിടെ വെന്ത് കേറുവാന്ന്. അല്ല സുഷമേ, ഇയാൾക്ക് കുക്കിംഗ് ഒന്നും അറിയത്തില്ലേ? സാറേ, എന്റെ വീട്ടിൽ എന്റെ പെണ്ണുമ്പോൾ അടുക്കള കയറുന്നുണ്ട്. സാറിന്റെ വീട്ടിൽ സാർ അടുക്കള കയറുന്നുണ്ട്. സാറിന് ഇതൊക്കെ അറിയാം, എനിക്കതൊന്നും അറിയത്തില്ല. എന്നാ സുഷമ പോയിക്കോ. ശരി സാറേ. സാറേ, സാറിന്റെ പെണ്ണുമ്പിള്ളക്ക് എന്നാ ജോലി? പാർക്കിലാണ്. പാർക്കിലാണ്? അതെ അതെ. കണ്ടു, സാറിന്റെ പെണ്ണുമ്പിള്ള കണ്ട പാർക്കിലും പോയി കാറ്റും കൊണ്ടുവരുമ്പോ സാർ ഇതൊക്കെ വെച്ചടിച്ച് കൊടുക്കണം. എന്തുവാ സാർ ഇതൊക്കെ? അയ്യോ അതല്ലടോ, ടെക്നോ പാർക്കിൽ ജോലി ചെയ്യാ. ഓ അങ്ങനാന്നല്ലേ? അതെ അതെ അതെ. സാറേ കഴിക്കാൻ എടുക്കട്ടെ? നാടൻ കോഴിക്കറിയും കൂടി എടുത്തോ. കുറച്ച് കരിമീനൂടെ ആവായിരുന്നു. കരിമീനുകാട് കൂടുതൽ ടേസ്റ്റ് ഇതിനാന്ന് ഞാൻ പറഞ്ഞു. ശരിയാവോ? ചോറ് റെഡി. വെക്ക് വെക്കൂ. വിളമ്പടി ലാഗടിക്കുന്നു. നീ ഒന്ന് പെട്ടെന്ന് വിളമ്പ്. നീ അത്രയൊക്കെ മതി. അതും കൂടി ഇങ്ങോട്ട് വിളമ്പിക്കോ. ആ ലെഗ് പീസ് നോക്കി എടുക്കണേ. ഓ സാറ് കഴിച്ചു, സാറ് കഴിച്ചു. ഇങ്ങനെ ഒരു കൊതിയെ. അല്ല 2 ലെഗ് പീസേ ഉള്ളൂ. ഞങ്ങളുടെ നാട്ടിലെ കോഴിക്കൊക്കെ സാധാരണ 2 കാലുകൾ. നാട്ടിലെ നാട്ടിൽ എങ്ങനെയാന്ന് നമുക്കറിയത്തില്ല. ഓ 2 കാലുകളല്ലേ? ഞാൻ പെട്ടെന്ന് എന്റെ ബ്രെയിൻ അങ്ങ് മറന്നുപോയി. കുറച്ചും കൂടെ ചോറ് എടുക്കട്ടെ? മതി മതി മതി. പിന്നെ സുഷമേ, ദോഷം പറയല്ല, ഇത്രയും നല്ലൊരു നാടൻ കോഴിക്കറി ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഓ ആ ചേരുവകളൊക്കെ എന്ത് കൃത്യമായിട്ടാണ്. ഇവനെന്തിനാണ് ഇപ്പൊ വിളിക്കുന്നേ? ഈ ജോസ് എന്നെ വിളിച്ച്. ഹലോ ജോസേ, എന്താടാ പറയടാ. അയ്യോ ശരി 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 ശരി. എടി സുഷമ്മ, ഇങ്ങ് വന്നേ. 1 മിനിറ്റ്. എന്താ മനുഷ്യ നിങ്ങൾക്ക് വേണ്ടേ? എടി ഇപ്പൊ ജോസാ വിളിച്ചേ. ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു നീ ആ കോഴിയെ കൊല്ലുന്ന കണ്ടെന്ന്. അതെങ്ങനെ ഞാൻ കോഴിയെ പിടിച്ച കണ്ട്? അവനങ്ങനെ കണ്ടെന്ന അവന്റെ വീട്ടിൽ CCTV വെച്ചേക്കുന്ന എന്നാത്തിനാന്നറിയാവോ? ഷോർട്ട് ഫിലിം പിടിക്കാനല്ല, ഒരു ഏരിയ മൊത്തം കിട്ടും. ചേട്ടാ നമ്മളിപ്പോ എന്തോ ചെയ്യും? എടി നീ എന്തോ ചെയ്യാ? നിന്നെ വന്ന് പോലീസ് നോക്കും. എന്നെ പോലീസ് നോക്കിയാ ഞാൻ പറയും നിങ്ങളെ പറഞ്ഞാണ് ഞാൻ കോഴിയെ വെട്ടി. തീർന്നില്ലേ പ്രശ്നം? എന്തോ ചെയ്യോണ്ട് പിന്നെ എന്തുവാടാ? ആണോ? ഓക്കെ ഓക്കെ. പേസ് പിൻവലിക്കാം. 5000 രൂപ കൊടുക്കണം നമ്മളിപ്പോഴും. 5000 രൂപ? നമ്മളിപ്പോ ഇവിടെ 5000 രൂപയൊക്കെ സംഘടിപ്പിക്കും. ഇല്ലല്ലേ, അതിന്റെ ഒന്നും മേടിക്കും. അത് മോശമല്ലേ? സാറിന് മോശമില്ല. എന്താണെന്ന് വെറുതെ ഒന്നുമില്ല സാറേ. കഴിച്ചോ? ഞാൻ പറയും. അയ്യോ വേണ്ട വേണ്ട സാറേ, ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. സാർ ഈ അടിച്ചു കയറ്റുന്ന സാർ ഈ തിന്നോണ്ടിരിക്കുന്ന ചിക്കൻ ഇല്ലേ, നാടൻ കോഴിയല്ല. പിന്നെ അങ്ങ് ഇന്തോനേഷ്യന് ഞങ്ങളുടെ അയൽക്കാരൻ അമേരിക്കയിലുള്ള ജോസ് കൊണ്ടുവന്ന കറുത്ത മുട്ടയിടുന്ന കോഴിയാ. അത് അടുക്കളപ്പുറത്ത് കൊത്തി തിന്നാൻ വന്നപ്പോഴത്തേക്ക് എവൾ അതിനെ തല്ലിക്കൊന്ന് സാറിന് വെച്ച് തന്നു. അവൻ കൊണ്ട് കേസ് കൊടുത്തു. അപ്പൊ 5000 രൂപ കൊടുക്കണം. ആണല്ലേ? എന്നാ ഞാൻ പോയിട്ട് പിന്നെ വരാം. അല്ലല്ല, സാറോട് പോലും സാറോട് പൈസ തരാൻ. നിങ്ങൾ ആ കോഴിനെ പിടിച്ച് വെട്ടിയെടുത്ത് കറിയാക്കി എനിക്ക് തന്നു. അതിന് ഞാനങ്ങനെ നിങ്ങൾക്ക് 5000 രൂപയൊക്കെ തരും. അല്ല, സാറല്ലേ തിന്നത്, അപ്പൊ സാറ് തന്നെ പൈസ തരും. എന്തിന്റെ കേടായിരുന്നു? ഭാഗ്യം ഞാൻ എടുത്ത് ഇന്നാഞ്ഞത്. അയ്യോ എന്തോ ഭാഗ്യം. എന്തായാലും ഞാനല്ലേ കഴിച്ചത്. ദാ പിടിച്ചോ 5000 രൂപ. നല്ല കാര്യം. സാറേ വേറൊന്നും തോന്നല്ലേ ഏട്ടാ? കുഴപ്പമൊന്നുമില്ല. എന്റെ സന്തോഷത്തിന് വേണ്ടി ഇത്ര റിസ്ക് എടുത്ത ഒരു നാടൻ കോഴിനെ പിടിച്ചു തന്നില്ലേ, അതിനിരിക്കട്ടെ. എന്നാ ഞാൻ പോട്ടെ. അല്ല സാറെന്നാ ഈ വഴിക്കൊക്കെ ഇനി? ഇനി ഞാൻ ഞായറാഴ്ച ഈ വഴിക്കൂടെ പോകുന്നുണ്ട്. ഞായറാഴ്ച ഇങ്ങോട്ട് വരുന്നുണ്ടോ? എന്നാ പിന്നെ ഞങ്ങളുടെ വീട്ടിലോട്ടൊന്ന് കയറിക്കൂടെ? വീട്ടിലൊക്കെ കയറാം. നാടൻ കോഴിക്കറി വേണ്ട, കരിമീൻ മതി. അതൊന്നും സാറ്, ഞാൻ വെച്ച നാടൻ കോഴിക്കറി സാറിന് ഇഷ്ടപ്പെട്ടില്ലേ? അയ്യോ അതല്ല, ഈ കരിമീനാണെങ്കിൽ നിങ്ങൾ അടുക്കളപ്പുറത്ത് കൊത്തി തിന്നാ വരത്തില്ലല്ലോ. ഓ അങ്ങനെ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.